പ്രശ്നവാചക വിശേഷൻ. ഇന്നത്തെ എപ്പിസോഡിലെ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് പ്രശ്നവാചക വിശേഷനാണ് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സസിലൊക്കെ നമ്മൾ വിശേഷനെ പറ്റിയിട്ടായിരുന്നു, ഓരോരോ ടൈപ്സ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പ്രശ്നവാചക വിശേഷനാണ്. വാട്ട് ഈസ് പ്രശ്നം? പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഒരു വിശേഷന്റെ കൂടെ എന്ത് വരികയാണ്? ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം? കോൺസി, കഹാംപി അല്ലെ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. നമ്മുടെ ലൈഫിൽ തന്നെ എല്ലാവരും നമ്മളോട് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു, പഠിക്കാറുണ്ടോ, എല്ലാം ക്വസ്റ്റ്യൻസ് മോഡിലാണ് വരുന്നത് അല്ലെ. ചുക്സ ശബ്ദ സംജ്ഞ കെ സാത്ത് ആക്കർ, ഏത് വേർഡാണോ നൗണിന്റെ കൂടെ വന്നിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അതിനെയാണ് നമ്മൾ പ്രശ്നവാചക വിശേഷണം എന്ന് പറയുന്നത്. ഓക്കെ, ഏത് വേർഡാണോ നൗണിന്റെ കൂടെ വന്നിട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രശ്നവാചക വിശേഷണം എന്ന് പറയുന്നത് അല്ലെ. കോൺസ, കിത്നെ, കിത്നി, കാസി, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും എന്താണ് പ്രശ്നവാചക വിശേഷനാണ് അല്ലെ. കൗൺസി കിതാബ് ചാഹിയെ, ഏത് ബുക്കാണ് വേണ്ടത്? കിത്നെ ഛാത്ര ആയേ थे, എത്ര സ്റ്റുഡൻസ് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. കേസ ഫൽ പസന്ദ് ഹെ, കോൺസ മൂവി പസന്ദ് ഹെ അല്ലെ. എല്ലാം ക്വസ്റ്റ്യൻസ് ആയിട്ട് വരികയാണ്. ഏത് കളറാണ് ഇഷ്ടം? കോൺസ റംഗ് പസന്ദ് ഹെ. അപ്പൊ ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? പ്രശ്നവാചക വിശേഷനിൽ വരുന്നതാണ്. ശരിയല്ലേ? ഏത് വേർഡാണോ നൗണിന്റെ കൂടെ വന്നിട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് മാറുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയാറ്? പ്രശ്നവാചക വിശേഷൻ എന്ന് പറയാറ് അല്ലെ. ഇതില് എന്താണ്? ജബ് യേ ശബ്ദ സംജ്ഞ കെ സാത്ത് ഹോ അല്ലെ, ഈ വേർഡ്സ് നൗണിന്റെ കൂടെ ആയിരിക്കണേ ഉണ്ടാവേണ്ടത്. അപ്പോഴാണ് അത് ക്വസ്റ്റ്യൻസ് ആയിട്ട് മാറുന്നത്, പ്രശ്നവാചക വിശേഷനായിട്ട് വരുന്നത്. ഇത് ഒറ്റയ്ക്ക് സർവനാമിന്റെ കൂടെ വന്ന അത് പ്രശ്നവാചക വിശേഷൻ ആവില്ല. കൗൺസി കിതാബ് പഠ് രഹേ ഹോ, ഏത് ബുക്കാണ് വായിക്കുന്നത് അത് വിശേഷനാണ് അല്ലെ. കോൺ ആയാ ഹെ എന്ന് പറഞ്ഞാലോ അത് വേർബിന്റെ കൂടിയാണ്, അത് സർവനാമായി മാറും. പ്രശ്നവാചക വിശേഷണം ഒരിക്കലും ആവില്ല. എപ്പോഴും മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻസ് നൗണിന്റെ കൂടെ വരണം, പ്രൊനൗണിന്റെ കൂടെയല്ല. ഓക്കെ, മീൻസ് അത് ഒരു വേർബിന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ അത് സർവനാമായിട്ട് മാറി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? വിശേഷം എന്ന് പറയുമ്പോൾ നൗണിന്റെ കൂടെ ആയിരിക്കണം നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടത് അല്ലെ. അപ്പൊ നമ്മളോട് ചോദിക്കുകയായിരിക്കും നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത്. കോൺസ, കിത്നി, കിത്നെ, കേസ, ഇതൊക്കെ പ്രശ്നവാചക വിശേഷങ്ങൾ വരുന്നതാണ്. കേസ ലഡ്കാ ഥാ, കിത്നെ പൈസേ थे, कितनी छात्राएं थी അല്ലെ. കോൺസ ഘർ ഹെ, നൗണിന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ അതെപ്പോഴും പ്രശ്നവാചക വിശേഷനായിട്ട് മാറും അല്ലെ. പിന്നെ എന്താണ് ഞാൻ പറഞ്ഞു നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത്. പിന്നെ എന്താണ്? ഡാഷ് കിതാബ് തുമ്ഹെ പസന്ദ് ഹെ, കോൺസി കിതാബ്, നൗണിന്റെ കൂടെയാണ് കോൺസി വന്നിരിക്കുന്നത്. ശരിയല്ലേ? ക്യാ ബച്ചേ ആജ് ആയേ, ഇന്ന് കുട്ടികൾ വന്നോ? ഇതൊക്കെ എന്താണ്? പ്രശ്നവാചക വിശേഷനാണ്. ഓക്കെ, അപ്പൊ പ്രശ്നവാചകം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നവാചക വിശേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വേർഡ്സ് നൗണിന്റെ കൂടെ, വിശേഷൻ നൗണിന്റെ കൂടെ വന്നിട്ട് അത് ക്വസ്റ്റ്യൻ ആയിട്ട് മാറുമ്പോഴാണ് അത് പ്രശ്നവാചക വിശേഷനായിട്ട് മാറുന്നത്. ഇതേപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പ്ലസ് നിങ്ങളുടെ കമന്റ്സും കൂടെ ഇതിന്റെ കൂടെ ഇടണം. Thank you.